ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. ആദ്യം അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. പാത്രം വെച്ച് ചെറിയൊരു ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ ക്വാണ്ടിറ്റി ചിക്കൻ എത്രയാണോ അതിനനുസരിച്ചുള്ള സബോളയാണ് എടുക്കേണ്ടത്. ഞാനൊരു 3 സബോള ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ നല്ലപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. സബോള നല്ലപോലെ വഴണ്ടാൽ മാത്രമേ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം സബോള ഒന്ന് പെട്ടെന്ന് വഴണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. സബോള നോർമൽ വാടാനെടുക്കുന്നതിൻ്റെ സമയത്തും കുറച്ചുകൂടി പെട്ടെന്ന് സബോള ഒന്ന് വാടി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിന് തന്നെയല്ല, ഏത് കറിക്കാണേലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി, ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്, 3 പച്ചമുളക്. ഒരുപാട് പച്ചമുളക് ഇടണ്ട, കാരണം എരിവ് കൂടിയാലും ഇതാവും. കാരണം എരിവ് വേണമെന്നവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടാം, കുഴപ്പമില്ല. 3 പച്ചമുളകും പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സബോളയ്ക്കകത്തോട്ട് തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ഫ്ലേവർ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുന്നത്. കറിവേപ്പില നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ അതിലോട്ട് ആഡായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെയാണോ നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ഇടാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടണം കേട്ടോ. എരിവ് ഒത്തിരി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് പെട്ടെന്നൊന്ന് സബോള ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, അതായത് ഈ മസാലയൊന്ന് വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൽ മുളക് പൊടിയുടെ കാരമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലപോലെ പോകണം, അല്ലെങ്കിൽ മുളക് പൊടി ചുവയ്ക്കും. അതെല്ലാം പോയി കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ ഇളക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കനകത്തോട്ട് ഈ മസാല ഫുള്ള് ആഡാവണം. അതിന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ ഇളക്കി കൊടുക്കണം. അത് ചിക്കനകത്തെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 2-3 മിനിറ്റ് ഇങ്ങനെ വെക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് വെക്കുക. അത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ചിക്കന് വേണ്ടി ആവശ്യമായ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഒരു അടപ്പെടുത്ത് മൂടി വെക്കാം. ഇത് നല്ലപോലെ തിളച്ച് ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വരും. ഇപ്പോൾ കറി റെഡിയാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ ഒരു വീഡിയോയുമായി വീണ്ടും വരാം.